ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ണൂരിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടോ? അതും വൈശാഖോത്സവത്തിന്. ഇല്ലെങ്കിൽ ഒരിക്കലെങ്കിലും പോകേണ്ടതാണ്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭൂതി അത് പ്രദാനം ചെയ്യും. കണ്ണൂർ ജില്ലയിൽ ശ്രീ പരമശിവനും ശ്രീ പാർവതീദേവിയും പ്രധാന ആരാധനാമൂർത്തികളായ കൊട്ടിയൂർ ക്ഷേത്രം പൗരാണിക ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. സഹ്യ മലനിരകളുടെ താഴ്വരയിൽ പ്രകൃതി ഭംഗിയാൽ അലങ്കരിക്കപ്പെട്ട ക്ഷേത്രം ഒരു കാഴ്ച തന്നെയാണ്. വയനാടൻ ചുരങ്ങളിലൂടെ ഒഴുകിവരുന്ന ഔഷധ ഗുണമുള്ള ഭാവലിപ്പുഴ ക്ഷേത്രത്തിന്റെ വശങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. തിരുവാണിച്ചിറ എന്നറിയപ്പെടുന്ന ചെറിയ കായൽ പുഴയുടെ വടക്ക് വശത്തായുണ്ട്. അതിന്റെ നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്വയംഭൂവായ ശിവലിംഗമാണ് ക്ഷേത്രത്തിലുള്ളത്. ഈ ശിവലിംഗം പൂജിക്കുന്നത് മണിത്തറ എന്നറിയപ്പെടുന്ന ഇടത്തിലാണ്. പാർവതീദേവിയെ പൂജിക്കുന്ന ഇടം അമ്മാറത്തറ എന്നാണ് അറിയപ്പെടുന്നത്. ശിവന്റെയും ശക്തിയുടെയും അനുഗ്രഹം ഇവിടെ ലഭ്യമാണെന്നാണ് വിശ്വാസം. ദക്ഷിണ കാശി, തൃച്ചെറുമന, വടക്കുംകാവ്, കിഴക്കുംകാവ്, വടക്കീശ്വരം, കുടിയൂർ എന്നിങ്ങനെയും കൊട്ടിയൂരിന് പേരുണ്ട്. അക്കരെ ക്ഷേത്രം, ഇക്കരെ ക്ഷേത്രം എന്നിങ്ങനെ രണ്ട് അമ്പലങ്ങൾ കൊട്ടിയൂരിലുണ്ട്. ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത് ബാവലിപ്പുഴയുടെ അക്കരെയും ഇക്കരെയുമാണ്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിന് അങ്ങനെ നാമം വന്നത്. അക്കരെ ക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ വൈശാഖ മഹോത്സവത്തിന് മാത്രമാണ് നട തുറക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തെക്കുറിച്ചും കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കഥ ഇതിന് പിന്നിലുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വൈശാഖ മഹോത്സവത്തിന് പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പർണശാലകൾക്ക് നടുവിൽ യാഗം നടത്താൻ എന്നതുപോലെയുള്ള ഒരു തറ. യഥാർത്ഥത്തിൽ അതൊരു യാഗശാലയായിരുന്നു എന്നാണ് ഐതിഹ്യം. ബ്രഹ്മാവിന്റെ പുത്രനും പ്രജാപതികളിൽ ഒരാളുമായിട്ടുള്ള ദക്ഷന്റെ യാഗശാലയാണത്. ദക്ഷ പ്രജാപതിയുടെ മകളായ സതി ശിവനിൽ അനുരക്തയായി. ചണ്ടാല വേഷധാരിയായ ശിവനെ ദക്ഷന് യാതൊരു വിധത്തിലും താല്പര്യമോ ബഹുമാനമോ ഉണ്ടായിരുന്നില്ല. പക്ഷെ പുത്രിയായ സതി പിതാവിന്റെ അനിഷ്ടത്തെ അവഗണിച്ച് ശിവഭഗവാനെ വിവാഹം ചെയ്തു. അതോടെ പിതാവ് മകളായ സതിയെയും മരുമകനായ ശിവനെയും പൂർണ്ണമായി അവഗണിക്കുകയും തരം കിട്ടുമ്പോഴൊക്കെ അപമാനിക്കുകയും ചെയ്തു. ഒരിക്കൽ പ്രജാപതികളുടെ സമ്മേളനത്തിന് അതിഥിയായി പരമശിവനെത്തി. അവിടേക്ക് വന്ന ദക്ഷ പ്രജാപതിയെ കണ്ട് മുനിമാരും ദേവന്മാരും എഴുന്നേറ്റ് നിന്ന് വണങ്ങി. എന്നാൽ സതീപത്നിയായ പരമശിവൻ ഇരുന്നയിടത്ത് നിന്ന് അനങ്ങിയില്ല. അതിൽ കോപിഷ്ഠനായ ദക്ഷൻ പരമശിവനെ സദസ്സിൽ വെച്ച് അപമാനിച്ചു. മാത്രമല്ല ദേവന്മാരോടൊപ്പം യാഗപ്രസാദം കഴിക്കുന്നതിൽ നിന്നും ശിവനെ വിലക്കുകയും ചെയ്തു. ഇതിൽ കുപിതനായ പരമശിവൻ ദക്ഷനെ ഭഗവത് മഹത്വം അറിയാത്ത ദക്ഷൻ ആടിന്റെ മുഖവുമായിട്ട് നടക്കുവാൻ ഇടവരട്ടെ എന്ന് ശപിക്കുകയുണ്ടായി. ശാപത്തിൽ നിന്നും മുക്തി നേടാനായി ദക്ഷൻ ബൃഹസ്പതി സവം എന്ന യാഗം ആരംഭിച്ചു. ലോകത്തെ സകല മഹാത്മാക്കളെയും യാഗത്തിനായി അദ്ദേഹം ക്ഷണിച്ചു വരുത്തി. എന്നാൽ പരമശിവനെയോ തന്റെ പുത്രിയായ സതിയെയോ ദക്ഷൻ മനഃപൂർവ്വം ക്ഷണിച്ചില്ല. പത്നി സമേതം സകല ദേവന്മാരും യാഗസ്ഥലത്തേക്ക് പുറപ്പെടുന്ന വിവരം ശിവപത്നിയായ സതിയും അറിഞ്ഞു. യാഗത്തിന് തന്നെയും കൂട്ടി പോകണമെന്ന് സതി ശിവഭഗവാനോട് അപേക്ഷിച്ചെങ്കിലും പരമശിവൻ അത് അവഗണിച്ചു. ക്ഷണിക്കാത്ത ഇടത്തേക്ക് പോയാൽ അപമാനം വന്നു ഭവിക്കും എന്ന് പരമശിവൻ പത്നിയായ സതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സതി ശിവഭഗവാന്റെ മനസ്സലിയുവാൻ ന്യായവാദങ്ങൾ നിരത്തി. തന്റെ പിതാവിന്റെ ഗൃഹത്തിൽ മഹോത്സവം ഉണ്ടായാൽ പുത്രിയായ തനിക്ക് അതിൽ പങ്കെടുക്കുവാൻ ക്ഷണത്തിന്റെ ആവശ്യമില്ല എന്നെല്ലാം വാദങ്ങൾ നിരത്തിയെങ്കിലും പ്രജാപതികളുടെ സത്രത്തിൽ വെച്ച് തന്നെ അപമാനിച്ച ദക്ഷന്റെ യാഗത്തിൽ പങ്കെടുക്കുവാൻ ഭവതി പോകരുതെന്നും പോയാൽ അപമാനിതയാകേണ്ടി വരുമെന്നും ഇനി അഥവാ പോകണമെന്ന് തന്നെയാണ് നിർണയമെങ്കിൽ അവിടെ ചെന്ന് അപമാനിതയാകുവാൻ ഇടയാകുകയാണെങ്കിൽ പിന്നീട് തിരികെ കൈലാസത്തിലേക്ക് വരരുതെന്നും പരമശിവൻ പത്നിയോട് പറഞ്ഞു. എന്നാൽ ദക്ഷപുത്രിയുടെ സ്ത്രീ സ്വഭാവം നിമിത്തം പതിയുടെ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ച് യാഗത്തിന് പുറപ്പെടുക തന്നെ ചെയ്തു.
ശിവപത്നിയുടെ സുരക്ഷാർത്ഥം ശിവപാർഷദന്മാർ അവരെ അനുഗമിച്ചു. എന്നാൽ യജ്ഞശാലയിലെത്തിയ സതിയെ പിതാവായ ദക്ഷൻ ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല, ചണ്ഡാല വേഷധാരിയെ വിവാഹം കഴിച്ചവൾ തന്റെ പുത്രിയല്ല എന്ന് അപമാനിക്കുകയും ചെയ്തു. പിതാവ് തന്നെ അപമാനിച്ചത് സതി സഹിച്ചെങ്കിലും യജ്ഞത്തിലെ ഹവിർഭാഗം തന്റെ പതിക്ക് വയ്ക്കാത്തതിൽ സതി കോപിഷ്ഠയായി. പിതാവല്ലാതെ മറ്റാരാണ് സർവാത്മാവായ ഭഗവാനോട് വിരോധം കാട്ടുക? അവരുടെ പാദം പോലും സ്പർശിക്കപ്പെടുവാൻ അത്തരക്കാർ അർഹരല്ല. വിശ്വബന്ധുവിനോട് വിരോധം കാണിക്കുന്ന അങ്ങയുടെ പുത്രിയായതിൽ ഞാൻ ലജ്ജിക്കുന്നതിനാൽ ഈ ശരീരം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പതിയായ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ച് ദക്ഷന്റെ യാഗാഗ്നിയിൽ ചാടി സതി സ്വശരീരം ഹോമിച്ചു. ഇതറിഞ്ഞ പരമശിവൻ അത്യധികം കോപിഷ്ഠനായി തന്റെ ജഡ പറിച്ചെടുത്ത് നിലത്തടിച്ചു. അതിൽ നിന്നും ഉടലെടുത്ത ഉഗ്രരൂപിയായ വീരഭദ്രൻ ശിവനിർദ്ദേശപ്രകാരം യാഗശാലയിലെ പ്രജാപതിമാരെ ആക്രമിക്കുകയും അഗ്നി കെടുത്തി യജ്ഞശാലയപ്പാടെ തകർക്കുകയും ചെയ്തു. കൂടാതെ ദക്ഷന്റെ ശിരസറുക്കുകയും ചെയ്തു. പരിഭ്രാന്തരായ വിഷ്ണു ഭഗവാനും ബ്രഹ്മാവും മറ്റ് ദേവഗണങ്ങളോടൊത്ത് കൈലാസത്തിലെത്തി ഭഗവാനെ ശാന്തനാക്കി യാഗഭംഗത്തിന്റെ ഭവിഷ്യത്ത് അറിയിച്ചു. ഭഗവാന്റെ അനുവാദപ്രകാരം ദക്ഷന്റെ ശിരസിരുന്ന സ്ഥാനത്ത് ആടിന്റെ ശിരസ് വെച്ചു പിടിപ്പിക്കുകയും പിന്നീട് യാഗം മുഴുമിപ്പിക്കുകയും ചെയ്തു. ഇതാണ് കൊട്ടിയൂർ അക്കരക്കാവിലെ വൈശാഖ മഹോത്സവത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യം. ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലം മണിത്തറയെന്നും ശിവപത്നിയും ദക്ഷപുത്രിയുമായ സതീദേവി പിതാവിൽ നിന്നുണ്ടായ അവഹേളനത്തിൽ മനംനൊന്ത് യാഗാഗ്നിയിൽ ആത്മാഹുതി നടത്തിയ സ്ഥലം അമ്മാറക്കൽ തറയെന്നും അറിയപ്പെടുന്നു. ഇവയെ ചുറ്റിയുള്ള പ്രദക്ഷിണ വഴിയെ, അതായത് രുതിരമൊഴുകിയ വഴിയെ തിരുവിൻചിറ എന്ന് വിളിക്കുന്നു. മലബാറിന്റെ മഹോത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊട്ടിയൂർ വൈശാഖോത്സവം ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് നടക്കുന്നത്. ബാവലിപ്പുഴയുടെ തെക്കുഭാഗത്തുള്ള ഇക്കരെ കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ട്. വടക്കുഭാഗത്തുള്ള അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവകാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഉത്സവ സമയത്ത് ഇക്കരെ കൊട്ടിയൂരിൽ പൂജകളൊന്നും തന്നെ ഉണ്ടാവാറില്ല. ഈയൊരു സമയം എന്ന് പറയുന്നത് മഴക്കാലമായിരിക്കും. ഇല്ലെങ്കിൽ ഉത്സവമായാൽ മഴയെത്തിയിരിക്കും. പ്രദക്ഷിണ വഴിയിൽ ജലമൊഴുകിയിരിക്കണം എന്ന ആചാരപരമായ നിബന്ധനയുള്ള ഏക ക്ഷേത്രവും ഇത് മാത്രമാണ്. നിത്യപൂജകൾ എന്ന് വിളിക്കപ്പെടുകയെന്നതിനേക്കാൾ യാഗം എന്ന് വിളിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ ആചാരങ്ങളും കർമ്മങ്ങളുമെല്ലാം. പരശുരാമനും ശങ്കരാചാര്യരും വ്യത്യസ്ത ഘട്ടങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ഉത്സവ ചടങ്ങുകൾക്ക് പ്രധാനമായും 7 അംഗങ്ങളും 4 ഉപാംഗങ്ങളുമാണുള്ളത്. കൂടാതെ ചില സവിശേഷ ചടങ്ങുകളുമുണ്ട്. പ്രക്കൂഴം, നീരെഴുന്നള്ളത്ത്, നെയ്യാട്ടം, ഭണ്ഡാരമെഴുന്നള്ളത്ത്, ഇളനീരാട്ടം, കലംവരവ്, കലശാട്ടം എന്നിവയാണ് അംഗങ്ങൾ. തിരുവോണം, രേവതി, അഷ്ടമി, രോഹിണി എന്നീ നാളുകളിൽ വിശേഷ പൂജകളോട് കൂടിയ ആരാധനകളാണ് നടക്കുന്നത്. ഈ ആരാധനകളാണ് ഉപാംഗങ്ങൾ എന്നറിയപ്പെടുന്നത്. വിശാഖം നാളിലെ ഭണ്ഡാരം എഴുന്നള്ളിത്തിനു മുൻപും മകം നാൾ ഉച്ചശൈവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല. കൊട്ടിയൂരിലെ പ്രസാദം എന്നറിയപ്പെടുന്നത് ഓടപ്പൂവാണ്. വൈശാഖ മഹോത്സവ വേളയിൽ കൊട്ടിയൂരിൽ ദർശനം നടത്തി മടങ്ങുന്നവർ ഭക്തിപൂർവം പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പൂവിനും ദക്ഷയാഗ ചരിതവുമായിട്ട് ബന്ധമുണ്ട്. വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ താടി, അതായത് ദീക്ഷ പറിച്ചെറിഞ്ഞ ശേഷമാണ് തലയറുത്തത്. ദീക്ഷ വീരഭദ്രൻ കാറ്റിൽ പറത്തി. ഈ ദീക്ഷയത്രേ ഓടപ്പൂക്കൾ പ്രതിനിധാനം ചെയ്യുന്നത്. പൂമുഖത്തും പൂജാമുറിയിലും വാഹനങ്ങളിലുമെല്ലാം ഈ ഓടപ്പൂക്കൾ തൂക്കിയിടുന്നത് സർവൈശ്വര്യം പ്രദാനം ചെയ്യും എന്നാണ് വിശ്വാസം. ഈ വർഷത്തെ കൊട്ടിയൂർ മഹോത്സവം വരുന്നത് ജൂൺ 8, 2025 മുതൽ ജൂലൈ 4, 2025 വരെയാണ്. ജൂൺ 10-ാം തീയതി മുതൽ ജൂൺ 30-ാം തീയതി ഉച്ചവരെ സ്ത്രീകൾക്ക് സന്ദർശിക്കാൻ അനുവാദമുണ്ട്. ഓരോ ദിവസത്തെയും പ്രത്യേകതകൾ പറയാം. ജൂൺ 8 ഞായറാഴ്ച നെയ്യാട്ടം, ജൂൺ 9 തിങ്കളാഴ്ച ഭണ്ഡാരം എഴുന്നള്ളിത്ത്, ജൂൺ 10 ചൊവ്വാഴ്ച സ്ത്രീകൾക്ക് പ്രവേശനം തുടങ്ങുന്ന ദിവസം, ജൂൺ 15 തിരുവോണം ആരാധന, ജൂൺ 17 ഇളനീർ വെപ്പ്, ജൂൺ 18 ഇളനീരാട്ടം അഷ്ടമി ആരാധന, ജൂൺ 20 രേവതി ആരാധന, ജൂൺ 24 രോഹിണി ആരാധന, ജൂൺ 26 തിരുവാതിര ചതുശതം,
ജൂൺ 27 പുണർദം ചതുശതം. ജൂൺ 28 ആയില്യം ചതുശതം. ജൂൺ 30 മകം കലംവരവ് കലപൂജ. ജൂലൈ 3 അത്തം ചതുശതം വാളാട്ടം കലശപൂജ. ജൂലൈ 4 തൃക്കലശാട്ട്. ഈ പറഞ്ഞിരിക്കുന്നതാണ് 2025 കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ വിശേഷ ദിവസങ്ങൾ വരുന്നത്. അപ്പൊ സാധിക്കുന്ന എല്ലാവരും കൊട്ടിയൂർ ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.